മകം നക്ഷത്രം വരെ നടക്കുന്ന ഈ പരിപാടി കേരളത്തിൻ്റെ കുംഭമേളയായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ഇവിടെ ആഘോഷിക്കും. തിരുനാവായ തവനൂർ രണ്ട് കരകളിലാണ് ഇവിടുത്തെ ചരിത്രം ഉറങ്ങുന്നത്. സപ്തനദികളുടെ പ്രവാഹം ഈ നദിയിൽ വരികയും ആ സമയത്ത് നദിയിലെ സ്നാനം വളരെ പ്രസിദ്ധമാണ്. എല്ലാ കുംഭമേളയിലും സ്നാനമാണ് പ്രധാനം. നമ്മുടെ കുംഭമേളയും സ്നാനം തന്നെയാണ് പ്രധാനം. വലിയ തോതിലുള്ള സന്യാസിമാരുടെ സാന്നിധ്യം ഈ കുംഭമേളയിൽ ഉണ്ടായിരിക്കും. നമസ്കാരം പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് തവനൂർ ഭാഗത്താണ്. ഈ കരയ്ക്കപ്പുറം മറുകരയിൽ തിരുനാവായയാണ്. തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രത്തിലും എൻ്റെ ഇവിടെ പിറകിൽ കാണുന്ന ചെറു തിരുനാവായ ശിവക്ഷേത്രത്തിലും തൊട്ടപ്പുറത്തുള്ള ബ്രഹ്മക്ഷേത്രത്തിലുമായിട്ടാണ് കേരളത്തിൻ്റെ കുംഭമേള എന്ന പേരിൽ അറിയപ്പെടുന്ന മാഘമഖ മഹോത്സവം നടക്കുന്നത്. എന്താണ് ഈ മാഘമഖ മഹോത്സവം, എങ്ങനെയാണത് കേരളത്തിൻ്റെ കുംഭമേളയായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. ഇവിടെ തവനൂർ ഭാഗത്ത് ഈ മാഘമഖ മഹോത്സവത്തിൻ്റെ അല്ലെങ്കിൽ കേരള കുംഭമേളയുടെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ഇവിടെയുള്ള ത്രിമൂർത്തി സംഗമ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. നമുക്ക് ആ ട്രസ്റ്റി അംഗങ്ങളോട് ചോദിക്കാം എന്താണ് ഈ ക്ഷേത്രങ്ങളുടെയും ഇതുമായി ബന്ധപ്പെട്ട ഈ കുംഭമേളയുടെയും പ്രത്യേകത എന്ന്. യഥാർത്ഥത്തിൽ ഭാരതത്തിൽ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. അവിടെയാണ് കുംഭമേള. അപ്പോൾ അത്രയും വലിയ തോതിൽ ജനങ്ങൾ കൂടുന്നതിനെ കുംഭമേള എന്നുള്ള രീതിയിൽ പറയാം. അപ്പം മാമാങ്കം അല്ലെങ്കിൽ മാഘമകം അങ്ങനെയുള്ളൊരു ഉത്സവമാണ് ആയിരുന്നു. 2016 മുതൽ അത് ചെറിയ തോതിൽ ആരംഭിച്ച് ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ മാഘമകം ഉത്സവത്തിന് ശേഷം മഹാമണ്ഡലേശ്വര സ്വാമി കേരളത്തിൽ വരികയും ഈ ഭാഗങ്ങളെല്ലാം സന്ദർശിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ മാഘമകത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുകയുണ്ടായി. അപ്പോഴാണ് ഈ മാഘമകം കേരളത്തിൻ്റെ തന്നെ വലിയ ജനസാമാന്യത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇതിൻ്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അതുപോലെ തന്നെ സംഘാടകരുടെ ആഗ്രഹം, ഒരു കേരളത്തിൻ്റെ കുംഭമേള തലത്തിലേക്ക് ഇത് ഉയരണം എന്നുള്ള ചിന്ത വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം മുതൽ മാഘമകം കേരളത്തിൻ്റെ കുംഭമേള ആയിട്ട് നമുക്ക് ആഘോഷിക്കണം തീരുമാനിച്ചതും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. തിരുനാവായ തവനൂർ രണ്ട് കരകളിലാണ് ഇവിടുത്തെ ചരിത്രം ഉറങ്ങുന്നത്. തവനൂരിലാണ് ബ്രഹ്മക്ഷേത്രം അതുപോലെ ശിവക്ഷേത്രം രണ്ടും ഉള്ളത്. അപ്പുറത്ത് നാവാമുകുന്ദ ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങളും ചേരുന്നതാണ് ഈ ത്രിമൂർത്തി സംഗമ സ്ഥാനം. ഇവിടെയാണ് ഈ മാഘമാസത്തിൽ ഉള്ള പ്രത്യേകത. സപ്തനദികളുടെ പ്രവാഹം ഈ നദിയിൽ വരികയും ആ സമയത്ത് നദിയിലെ സ്നാനം വളരെ പ്രസിദ്ധമാണ്. അത് വളരെ പവിത്രമാണ്. അതുകൊണ്ട് ഈ മാഘമാസത്തിൽ നടക്കുന്ന മകം നക്ഷത്രം വരെ നടക്കുന്ന ഈ പരിപാടി കേരളത്തിൻ്റെ കുംഭമേളയായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ഇവിടെ ആഘോഷിക്കും. അതിൻ്റെ തുടക്കം 2026 ഈ കുംഭമേളയോട് കൂടി നമ്മൾ സമാരംഭിക്കുക. ഇതിപ്പോൾ നമ്മൾ 2016 ആരംഭിച്ചതാണ് വീണ്ടും മാഘമഖ മഹോത്സവം. ഇപ്പം 10 വർഷമാവുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ എന്തൊക്കെ പരിപാടികൾ, ഇപ്പം അത് ഏകദേശം ജനുവരി 18 മുതൽ ഫെബ്രുവരി 3-ാം തീയതി മകനക്ഷത്രം വരെ നീണ്ടു നിൽക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? 19-ാം തീയതി ഇതിൻ്റെ ധർമ്മധ്വജം തിരുനാവായ ഭാഗത്ത് ഉയരുന്നതോട് കൂടിയിട്ട് ഈ പരിപാടി ആരംഭിക്കുക. അന്ന് മുതൽ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ്. ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. അന്നത്തെ സ്നാനങ്ങളെല്ലാം പ്രത്യേകതയുള്ളതാണ്. അതോടൊപ്പം ഈ വർഷം മുതൽ നമ്മുടെ ഭാവി വർഷങ്ങളിൽ ഈ കുംഭമേളയുടെ ഒരു ചിട്ടപ്പെടുത്തൽ ഈ വർഷം നടക്കുന്നുണ്ട്. അപ്പോൾ മാഘമാസത്തിൽ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതയ്ക്കനുസരിച്ച് നമ്മൾ കൊട്ടിയൂർ ഉത്സവത്തിനൊക്കെ കണ്ടു കാണും. നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ ഉത്സവങ്ങളിലും സ്ഥാനങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സ്ഥാനം നമ്മുടെ കുംഭമേളയിലുണ്ട്. അവർ നേതൃത്വം കൊടുക്കുന്ന പൂജകൾ, ഹോമങ്ങൾ, കാര്യങ്ങളെല്ലാം മലയാരയ സമുദായം മുതൽ നമ്പൂതിരി സമുദായം വരെയുള്ള എല്ലാ സമുദായങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മകം നമ്മൾ അല്ലെങ്കിൽ ഈ കുംഭമേള നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഹോമങ്ങളിലും പൂജകളിലും എല്ലാ സമുദായത്തിൻ്റെയും പ്രാതിനിധ്യവും അവരുടേതായിട്ടുള്ള സമ്പ്രദായങ്ങളും ചെയ്യാനുള്ള അവസരമുണ്ട്. അത്തരം ഓരോ ദിവസത്തെയും അങ്ങനെയാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ദിവസവും സ്നാനമാണ് പ്രധാനം. ഇത് തീർത്ഥമാണ്. ഈ തീർത്ഥത്തിൽ മുങ്ങുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ കുംഭമേളയിലും സ്നാനമാണ് പ്രധാനം. നമ്മുടെ കുംഭമേളയും സ്നാനം തന്നെയാണ് പ്രധാനം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മകം നക്ഷത്രത്തിൽ ഫെബ്രുവരി 3-നുള്ള മകം നക്ഷത്രത്തിലെ സ്നാനമാണ്. അന്ന് നീള ആരതിയുണ്ട്.
വളരെ വലിയ ബഹുജന പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് അത് നടക്കുക. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്ര പേരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് അത്രയും പബ്ലിസിറ്റി കേരളത്തിലും ഭാരതത്തിലും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ജനസാമാന്യത്തെ പ്രതീക്ഷിക്കുന്നു. വലിയൊരു പരിപാടിയായിട്ട് നടക്കാൻ പോവുക. ഇപ്പം നമ്മൾ ഈ കുംഭമേളയായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ്. അപ്പോൾ കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ സന്യാസി ശ്രേഷ്ഠരുടെ ഒരു പങ്കാളിത്തമാണ്. അപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങൾ സ്വാഭാവികമായിട്ടും ആളുകൾ എത്തിച്ചേരും. സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെ? ഈ കേരളത്തിൽ ഒരു ആധ്യാത്മിക ഉണർവിൻ്റെ ഉത്സവമായിട്ട് ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തു പൊതുസമൂഹം. ഈ പൊതുസമൂഹം ഏറ്റെടുത്ത ഈ വലിയൊരു സംരംഭത്തെ സന്യാസി സമൂഹത്തിന് പിന്തിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് സന്യാസി സമൂഹമാണ്. അവരുടെ ആ ഒരു നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഉത്സാഹത്തോടു കൂടിയിട്ട് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഭാരതത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ വിഭാഗം സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസി വര്യന്മാരും ഈ പരിപാടിയിൽ വരുന്നുണ്ട്. വലിയ തോതിലുള്ള സന്യാസിമാരുടെ സാന്നിധ്യം ഈ കുംഭമേളയിൽ ഉണ്ടായിരിക്കും. ഈ വർഷം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സന്യാസി വര്യന്മാരും സ്വാമിമാരും മഠങ്ങളും എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അത് ഇപ്പോൾ ഇന്നലെ തുടങ്ങി അവരുടെ സാന്നിധ്യം ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ 19-ാം തീയതിയോടുകൂടി ഇവിടെ സന്യാസിമാരുടെ വലിയൊരു ഒഴുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാരതപ്പുഴയുടെ 2 കരകളിലായിട്ട് തിരുനാവായിലും തവനൂരുമായിട്ടാണ് ഈ മാഘമക ഉത്സവം അല്ലെങ്കിൽ കുംഭമേള നടക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബ്രഹ്മക്ഷേത്രം അതുപോലെ തന്നെ ശിവക്ഷേത്രം നിൽക്കുന്ന തവനൂർ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിൽപ്പെട്ട ക്രമീകരണങ്ങളാണ് നടത്തിയത്? തവനൂർ യഥാർത്ഥത്തിൽ ബ്രഹ്മദേവൻ്റെ തപസ്സനുഷ്ഠിച്ച ഭൂമി എന്നുള്ള രീതിയിൽ താപസനൂർ എന്നാണ് യഥാർത്ഥത്തിലുള്ള തവനൂരിൻ്റെ പേര്. അത് പിന്നെ ലോപിച്ച് തവനൂരായി മാറിയത്. തവനൂർ കരയിൽ ഒരുപാട് പൈതൃകങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണ് തവനൂർ. ഈ ത്രിമൂർത്തികളിൽ മഹാദേവനും അതുപോലെ തന്നെ ബ്രഹ്മദേവനും തവനൂർ കരയിലാണ്. പിന്നെ കേരള ഗാന്ധി കേളപ്പൻ്റെ കർമ്മക്ഷേത്രം, അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം എല്ലാം അടങ്ങുന്നതാണ് തവനൂർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കേരളം അറിയുന്നത് ഇങ്ങനെയുള്ള ഉത്സവങ്ങളിലൂടെ ആയിരിക്കും എന്ന് തർക്കമില്ല. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ കേരളം മൊത്തം ചർച്ച ചെയ്യുന്നതും കേരളം ഒന്നാകെ ഒഴുകിയെത്തുന്നതും ഈ ഒരു കേരളത്തിൻ്റെ കുംഭമേളയായിട്ടുള്ള ഈ മാഘമക ഉത്സവത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ തവനൂർ ഭാഗത്ത് ഇരുകരകളിലുമുള്ള തിരുനായ ഭാഗത്ത് അവിടെ നല്ല രീതിയിൽ സംഘാടനം അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വരുന്നവരെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള സംഘാടനം തവനൂർ സൈഡിലും നടക്കുന്നുണ്ട്. അപ്പോൾ തവനൂർ ഭാഗത്ത് ത്രിമൂർത്തി സംഗമ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഇതിൻ്റെ സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 19-ാം തീയതി തന്നെ അവിടെ ആരംഭിക്കുന്ന അതേ ഡേറ്റിന് തന്നെ ഇവിടെയും കാര്യങ്ങൾ ആരംഭിക്കും. ഓരോ ദിവസത്തെയും പരിപാടികൾ അവിടെ ചിട്ടപ്പെടുത്തിയ അതേ കാര്യക്രമങ്ങൾ ഈ ഭാഗത്തും നടക്കുന്നുണ്ടായിരിക്കും. ഇവിടെ മൂകാംബികയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പവിത്രങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള പൂജാരിമാരും മറ്റും തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ സാന്നിധ്യത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. 3-ാം തീയതി തന്നെയാണ് ഇവിടത്തെയും പ്രത്യേകത. 3-ാം തീയതി നിള ആരതി അതുപോലെ തന്നെ സ്നാനം, ഇത് പ്രധാനമാണ്. അപ്പോൾ അത് തവനൂർ സൈഡിലും വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്.